ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ ഹയറാർക്കി. ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, അവർക്കും താഴെയാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന കാറ്റഗറി. നിഷാദ്, ചണ്ടാലാസ്, അവരെല്ലാം ഈ ഒരു ഔട്ട്കാസ്റ്റിൽ വരും. ഇതിൽ ആദ്യത്തെ 4 നമുക്ക് വർണ്ണ സിസ്റ്റമായിട്ട് പറയുന്നു. ഓക്കെ, വർണ്ണാസ് ബേസ്ഡ് ഓൺ ദെയർ കളർ ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ ഒക്യുപ്പേഷൻ. ഈ വേദിക് ലിറ്ററേച്ചർ എന്നൊരു ടോപ്പിക് ഉണ്ട് നമുക്ക്. ആ ടോപ്പിക്ക് നമുക്കിനി അടുത്ത ആർട്ട് ആൻഡ് കൾച്ചറിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് വേദിക് ലിറ്ററേച്ചർ. ശ്രദ്ധിക്കണം, ഈ ചതുർവർണ്ണ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഗ്വേദം തന്നെയാണ്. ഋഗ്വേദം എഴുതി തുടങ്ങിയത് ഏർലി വേദിക് കാലഘട്ടത്തിലാണെങ്കിലും ഈ ചതുർവർണ്ണ സിസ്റ്റം ലേറ്റർ വേദിക് കാലഘട്ടങ്ങളിലെ ഒരു അഡിഷനാണ്. ലേറ്റർ വേദിക് കാലഘട്ടങ്ങളിൽ ആഡ് ചെയ്യപ്പെട്ട ഫീച്ചറാണ് ചതുർവർണ്ണ സിസ്റ്റം. ഓക്കെ, പക്ഷെ അത് എഴുതപ്പെട്ടത് ഏത് വേദത്തിനകത്താ? ഋഗ്വേദത്തിനകത്താ ചതുർവർണ്ണ സിസ്റ്റം. ഈ ഋഗ്വേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഋഗ്വേദത്തിനകത്തുള്ള കണ്ടന്റുകളെല്ലാം പല പല മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, പല പല വോളിയൂംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 1 മുതൽ 10 വരെയാണ് വോളിയൂംസ്. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. ഇതിൽ ചില മണ്ഡലങ്ങൾ ഋഗ്വേദിക് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടാണ്, അത് ഏർലി വേദിക് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടാണ്. ചിലതെല്ലാം ലേറ്റർ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടാണ്. ഈ ലേറ്റർ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട മണ്ഡലമാണ് 10th മണ്ഡലം, 10ാമത്തെ മണ്ഡലം. അതിൽ പുരുഷ സൂക്തം എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആ പുരുഷ സൂക്തത്തിനകത്താണ് ചതുർവർണ്ണ സിസ്റ്റം മെൻഷൻ ചെയ്യുന്നത്. ഇത് പിന്നീട് വേദിക് ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, ഋഗ്വേദത്തിനകത്ത് 10ാമത്തെ മണ്ഡലത്തിനകത്ത് പുരുഷ സൂക്തയിലാണ് ഈ പറയുന്ന ചതുർവർണ്ണ സിസ്റ്റം മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്ത് വച്ചേക്കാം. നോക്കേ, ലേറ്റർ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ സൊസൈറ്റിക്കകത്ത് കാണാൻ സാധിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ആശ്രമ സിസ്റ്റം. ആശ്രമ സിസ്റ്റം എന്നോ പുരുഷാർത്ഥ ഗോൾസ് എന്നോ പറയാം. പുരുഷാർത്ഥാസ് ഓർ ആശ്രമാസ് വേറൊന്നുമല്ല. ഒരു മനുഷ്യൻ ജനിച്ച് അയാൾ മരിക്കുന്നത് വരെ പല സ്റ്റേജസിലൂടെ കടന്നു പോകണം എന്നാണ് പറയുന്നത്, പല പല ഫേസസിലൂടെ കടന്നു പോകണം എന്നാണ് പറയുന്നത്. ആ ഓരോ സ്റ്റേജസിനെയും ഓരോ ആശ്രമങ്ങളായിട്ട് പറയും, അല്ലെങ്കിൽ ഓരോരോ പുരുഷാർത്ഥാസ് ആയിട്ട് അറിയപ്പെടും. ദ ഫസ്റ്റ് ഫേസ് ഇസ് ബ്രഹ്മചര്യ ഫേസ്. ഒരു വ്യക്തി ജനിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് പല പല ഫേസിൽ കടന്നു പോകണം എന്ന് പറയുന്നില്ലേ, അതിൽ ആദ്യത്തെ ഫേസ് ആണ് ബ്രഹ്മചര്യം. കംപ്ലീറ്റ് സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. കൂടുതലും സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ബ്രഹ്മചര്യ ഫേസ്. വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള കാലഘട്ടമാണ്. നമ്മൾ എന്ത് വിദ്യാഭ്യാസം നേടിയാലും അതെല്ലാം എന്തിൻ്റെ ബേസിസിലായിരിക്കണം? ധർമ്മമായിരിക്കണം പഠിക്കേണ്ടത്. പണ്ടത്തെ കാലഘട്ടത്തിലെ ധർമ്മത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ധർമ്മം എന്ന് വെച്ചാൽ ഡ്യൂട്ടി. ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ ബ്രാഹ്മണൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ? പുരോഹിതനായിട്ട് വർക്ക് ചെയ്യുക, അത് പുള്ളിയുടെ ഡ്യൂട്ടി ആയിരിക്കും. ക്ഷത്രിയന്റെ ജോലി എന്താ? യുദ്ധം ചെയ്യാന്നുള്ള യോദ്ധാവാണ്. ഇതുപോലെ ഓരോ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്കും ഓരോ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ ധർമ്മം മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ബ്രഹ്മചര്യ ഫേസസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ധർമ്മം എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പഠനത്തിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് കംപ്ലീറ്റ് സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസ് ആണ് ഗൃഹസ്ഥ. ഗൃഹസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫാമിലി റൺ ചെയ്യാൻ തുടങ്ങുന്ന സമയം, അത് വിവാഹമൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഹൗസ് ഹോൾഡർ ആവുന്ന സമയം, അതാണ് ഗൃഹസ്ഥൻ അല്ലേ? ഒരു ഫാമിലി റൺ ചെയ്യാൻ. ഒരു ഫാമിലി റൺ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? യെസ്, വി നീഡ് വെൽത്ത്. നമുക്ക് വെൽത്ത് വേണം. അർത്ഥ എന്ന് ഉദ്ദേശിക്കുന്ന വെൽത്താണ്, സമ്പാദ്യം വേണം. അതുപോലെ ഒരു ഫാമിലി റൺ ചെയ്യാൻ കാമ സെൻഷ്വൽ പ്ലഷർ ഷുഡ് ബി ദയർ. അർത്ഥ ആൻഡ് കാമ, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഗൃഹസ്ഥ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. വെൽത്ത് ആൻഡ് പ്രോജനി. അടുത്തൊരു ഫാമിലി റൺ ചെയ്യണം, അവിടെ ഒരു ഫാമിലി ഉണ്ടാക്കണം. അതിനാണ് ഗൃഹസ്ഥ സമയത്ത് ഇമ്പോർട്ടൻസ്. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് വാനപ്രസ്ഥ. വാനപ്രസ്ഥ എന്ന് വെച്ചാൽ ഒരു പാർഷ്യൽ റിട്ടയർമെന്റ് ലൈഫാണ്. ഇപ്പം നമുക്കൊക്കെ ജോലി കിട്ടിയിട്ട് നമ്മളൊരു 50-60 വയസ്സ്, 56-60 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടയർ ആവത്തില്ലേ, അതുപോലെ എല്ലാ ഇതിൽ നിന്നും വിട്ടിറങ്ങ് നമ്മൾ ആ സമയങ്ങളിലായിരിക്കും റിട്ടയർ ചെയ്യുന്ന സമയത്തല്ല നമ്മൾ എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ചില നോവൽസും ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതി തുടങ്ങും, ബയോഗ്രഫി എഴുതി തുടങ്ങും.
കവിതകൾ എഴുതി തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം ഒരു പാർഷ്യൽ റിട്ടയർമെന്റ് ലൈഫാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വേണമെങ്കിൽ ചില ആൾക്കാർ കാടുകളിലേക്ക് പോവാം, സന്യാസമാർഗം സ്വീകരിച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാം ത്യജിച്ചിട്ട് ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്, അല്ലെ? റിട്ടയർ ആയതിനു ശേഷമാണ് അമ്പലങ്ങളും പള്ളികളുമായിട്ടൊക്കെ ആൾക്കാർ നടക്കുന്നത്. അതുപോലൊരു കാലഘട്ടം, അതാണ് വാനപ്രസ്ഥം. ദ ലാസ്റ്റ് ഫേസ് ഇസ് സന്യാസ. എല്ലാം ത്യജിച്ചിട്ട്, എല്ലാം റിനൗൺസ് ചെയ്യാം, കംപ്ലീറ്റ്ലി ത്യജിച്ചിട്ട് വീട് വരെ വേണമെങ്കിൽ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. ഓക്കെ, എല്ലാം റിനൗൺസ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നൊരു കാലഘട്ടമാണ് സന്യാസം. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ബോണ്ടേജോ ഒന്നും തന്നെ കാണത്തില്ല. അവിടുത്തെ പ്രൈമറി ഉദ്ദേശം എങ്ങനെ മോക്ഷം നേടുക എന്നുള്ളതായിരിക്കും. എങ്ങനെ മോക്ഷം നേടുക എന്നുള്ളതാണ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സന്യാസം. ഇങ്ങനെ 4 ഫേസസിലൂടെ ഒരു വ്യക്തി കടന്നു പോകണം എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഫേസും തന്നെ ഒന്നിന് മുകളിലായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ഫേസ് ആണ്. അത് ഒരിക്കലും ആദ്യമേ നമ്മൾ പാലിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വാനപ്രസ്ഥ എന്ന ഫേസ്, അത് 3rd ഫേസാണ്. അത് ആ സമയത്തെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഈ രീതിയിൽ ഒരു ഫേസ് ബൈ ഫേസ് ആയിട്ട് ഒരു വ്യക്തിയുടെ ലൈഫിനെ ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം. ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്ന് വരെ ധർമ്മസൂത്ര പോലത്തെ ടെക്സ്റ്റ് ബുക്കുകളകത്ത് പറയുന്നുണ്ട്. ധർമ്മസൂത്ര, നമ്മൾ ഈ മനുസ്മൃതിയുടെ ഒക്കെ ഒരു പണ്ടത്തെ ഫോമാണ് ധർമ്മസൂത്ര എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ധർമ്മം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതും ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചാണ്, നോട്ട് ചെയ്ത് വച്ചേക്കാം. സോ അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ടോഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ ആൻഡ് സന്യാസ. നോക്കാം, നമുക്കിതും സൊസൈറ്റിയുടെ സോഷ്യൽ ലെവലിൽ പറയാൻ പറ്റുന്ന കേസാണ്. ലേറ്റർ വേദിക് കാലഘട്ടങ്ങളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജസ് ഉണ്ടായിരുന്നു. പല ഡിഫറെൻറ്റ് രീതിയിൽ കല്യാണങ്ങൾ കഴിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ മാരേജ് പാറ്റേൺ അനുസരിച്ച് മെയിൻലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജ് ആണ്. എങ്ങനെ കല്യാണം കഴിക്കുന്നു എന്ന രീതിക്ക് അനുസരിച്ച്, ആ പാറ്റേൺ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജുകളുണ്ട്. ആദ്യത്തെ വിവാഹമാണ് ബ്രഹ്മ മാരേജ് ഓർ ബ്രഹ്മ വിവാഹം എന്ന് പറയും. ബ്രഹ്മ വിവാഹം ഇസ് നത്തിങ് ബട്ട് മാരേജ് ഓഫ് എ ഗേൾ വിത്ത് എ ബോയ് ഓഫ് എ സെയിം വർണ്ണ. എല്ലാ അനുഷ്ഠാനങ്ങളും നോക്കി, എല്ലാ റിച്വൽസും നോക്കി ഒരേ വർണ്ണത്തിൽ നിന്നും 2 പേര് തമ്മിൽ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വിവാഹമാണ് ബ്രഹ്മവിവാഹം. സെയിം വർണ്ണമാണ്, എല്ലാ റിച്വൽസും എല്ലാ കസ്റ്റംസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നടക്കുന്ന വിവാഹം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വിവാഹം. ദാറ്റ് ഈസ് ബ്രഹ്മ വിവാഹം. ഏറ്റവും കൂടുതൽ മോസ്റ്റ് അക്സെപ്റ്റബിൾ മാരേജ് ആണ്. ഇനി ദൈവവിവാഹം എന്ന് പറഞ്ഞൊരു വിവാഹമുണ്ട്. വേറൊന്നുമല്ല, ഒരു അച്ഛൻ സ്വന്തം മകളെ അമ്പലങ്ങളിലെ പുരോഹിതനായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നു ആസ് എ പാർട്ട് ഓഫ് ദക്ഷിണ. ദക്ഷിണയായിട്ട് സ്വന്തം മകളെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനോ ഒരു പുരോഹിതനോ നൽകുന്ന ഒരു റിച്വൽ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് മാരേജ്, അതിനെ ദൈവവിവാഹം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. അതും ആ കാലഘട്ടങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആർഷവിവാഹം എന്നൊരു വിവാഹമുണ്ട്. വേറൊന്നുമല്ല, ഒരു ബ്രൈഡ് പ്രൈസ് മേടിച്ചതിന് ശേഷം, ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അത് മനുഷ്യൻ, ആ വ്യക്തി ഇങ്ങോട്ട് പൈസ തരും. ഇങ്ങോട്ട് പൈസ തന്നിട്ട് ആ കുട്ടിയെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ആർഷ വിവാഹം എന്ന് പറയുന്നത്. ഇത് ഡൗറി അല്ല, ബ്രൈഡ് പ്രൈസ് ആണ്. ഓക്കെ, ആ ആൺകുട്ടി പെൺകുട്ടിയുടെ ഫാമിലിക്ക് ബ്രൈഡ് പ്രൈസ് കൊടുത്ത് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ. ഇനി പ്രജാപത്യ വിവാഹം എന്നൊരു വിവാഹമുണ്ട്. ഡൗറി ഇല്ലാതെ കഴിക്കുന്ന കല്യാണങ്ങൾ പ്രജാപത്യ വിവാഹമാണ്. ഓക്കെ, അതും ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ലവ് മാരേജസിനെ ഗാന്ധർവ വിവാഹം എന്ന് പറയും. ലവ് മാരേജസ്, ഗാന്ധർവ വിവാഹവും വലിയ രീതിയിൽ പ്രോമിനന്റ് അല്ലെങ്കിലും ആ സമയത്ത് ഫോളോ ചെയ്തിരുന്നു. ഈ സ്വയംവര സിസ്റ്റം പോലത്തെ സിസ്റ്റംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലത്തെ ലവ് മാരേജസ് ഓർ ഗാന്ധർവ വിവാഹങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. അസുര വിവാഹമുണ്ട്. മാരേജ് ബൈ പർച്ചേസ് ഓഫ് എ ബ്രൈഡ്. ഒരു ബ്രൈഡിനെ പണം കൊടുത്ത് മേടിച്ച് വിവാഹം ചെയ്യുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് അസുര വിവാഹം. ഇത് അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് വിവാഹമാണ് അസുര വിവാഹം. ദെൻ പൈശാച വിവാഹം. സെഡ്യൂസ് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടോ സെഡ്യൂസ് ചെയ്തിട്ടോ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൈശാച വിവാഹം. ഇതും അക്സെപ്റ്റബിൾ അല്ല. മാരേജ് ബൈ അബ്ഡക്ഷൻ, കിഡ്നാപ്പ് ചെയ്തിട്ടാണ് വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാക്ഷസ വിവാഹം. ഇതും അക്സെപ്റ്റബിൾ അല്ല.
ദ മോസ്റ്റ് അക്സെപ്റ്റഡ് വിവാഹം വാസ് ബ്രാഹ്മണ വിവാഹം അല്ലെങ്കിൽ ബ്രഹ്മ വിവാഹം ആൻഡ് ഗാന്ധർ വിവാഹം ആൻഡ് ദിസ് പ്രജാപത്യ വിവാഹം. ഈ 3 വിവാഹങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് മാരേജ് പാറ്റേണിൻ്റെ ബേസിസിലാണ്, എങ്ങനെയാണ് കല്യാണങ്ങൾ കഴിക്കുന്നതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വർണ്ണ സിസ്റ്റത്തിൻ്റെ ബേസിസിലും 2 ടൈപ്പ് ഓഫ് മാരേജുകൾ ഉണ്ടായിരുന്നു വർണ്ണയുടെ ബേസിസിൽ. ഒന്ന് അനുലോമ മാരേജ് ഓർ അനുലോമ വിവാഹം, 2 പ്രതിലോമ വിവാഹം. 2 ടൈപ്പ് ഓഫ് മാരേജ് ഉണ്ട് ബേസ്ഡ് ഓൺ വർണ്ണ. അനുലോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാൻ വിൽ ബി ഫ്രം എ ഹയർ വർണ്ണ ആൻഡ് ദ ഗേൾ വിൽ ബി ഫ്രം എ ലോവർ വർണ്ണ. ഓക്കെ, മാൻ ഹയർ വർണ്ണയിൽ നിന്നും ഗേൾ ഒരു ലോവർ വർണ്ണയിൽ നിന്നാണെങ്കിൽ അങ്ങനെ നടക്കുന്ന വിവാഹങ്ങളെ അനുലോമ മാരേജ് എന്ന് പറയും. ഓക്കെ, ഇത് കുറച്ചെങ്കിലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിവാഹമാണ്. സെയിം വർണ്ണമല്ല, പക്ഷെ എന്നാലും പുരുഷൻ ഹയർ വർണ്ണയിൽ നിന്നാണെങ്കിൽ വലിയ സീനില്ല, കുഴപ്പമില്ലാതെ പോകുന്ന മാരേജ് ആണ് അൻലോമ മാരേജസ്, അക്സെപ്റ്റബിൾ ആണ്. പ്രതിലോമ മാരേജ് നേരെ തിരിച്ചാ, പുരുഷൻ ലോവർ വർണ്ണയിലും സ്ത്രീ ഹയർ വർണ്ണയിൽ നിന്നാണെങ്കിൽ അതാണ് പ്രതിലോമ മാരേജ് ഓർ പ്രതിലോമ വിവാഹം. ഇത് അധികം ഒന്നും അക്സെപ്റ്റബിൾ അല്ല. പുരുഷൻ താഴ്ന്ന ജാതിയും അല്ലെങ്കിൽ താഴ്ന്ന വർണ്ണവും സ്ത്രീ ഉയർന്ന വർണ്ണവുമായിട്ടുള്ള മാരേജസ് ഇത് അധികം ഒന്നും അലൗഡഡ് അല്ല, അധികം അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ നടത്താറുണ്ടായിരുന്നു, ചില കേസസിൽ നടക്കാറുണ്ട്, പക്ഷെ അക്സെപ്റ്റബിൾ അല്ല. ഇത് വർണ്ണ സിസ്റ്റത്തിന്റെ ബേസിസിലാണ് അനുലോമ പ്രതിലോമ എന്ന് പറയുന്ന മാരേജ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജ് പാറ്റേൺസ് സിസ്റ്റംസ് ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വച്ചേക്കാം.